പിന്നെ ഇന്ന് ഞാനൊരു കൂൺ ബെഡും കൂണുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എന്റെ ഫാമിലി ഞാൻ ചെയ്തതാണ്. അപ്പൊ ഈ കൂണെന്ന് വെച്ചാൽ ഓയിസ്റ്റർ മഷ്റൂമാണ്, ചിപ്പി കൂണെന്ന് പറയും. ഇതുകൊണ്ട് നമുക്കൊരു മെഴുക്ക് പുരട്ടി ഇന്നുണ്ടാക്കാം. ആ റെസിപ്പി ഒന്ന് കണ്ടാലോ? അപ്പം ഈ കൂൺ എടുക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേക രീതിയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി എടുക്കുവാണ്. അപ്പൊ ഇത് ഈ കൂൺ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് വീണ്ടും നമുക്ക് കൂൺ കിട്ടണമല്ലോ. അപ്പൊ ഇങ്ങനെ കറക്റ്റാണ് ഇത് എടുക്കേണ്ടത്. കണ്ടോ, ഇതിന് വീണ്ടും നമുക്ക് കൂൺ കിട്ടണം. കണ്ടോ, ഇങ്ങനെയാണ് ഇത്. നമുക്ക് ഇത് ഇതിലോട്ട് വെക്കാം. ഇതും അതുപോലെ തന്നെ ഇങ്ങനെ കറക്കി എടുക്കണം. കറക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് വീട് കിട്ടാനാണ്, ഒരിക്കലും വലിച്ചു പറിച്ചെടുക്കരുത്. അപ്പൊ നമുക്ക് അതിന്റെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. നീളത്തില കട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വേവിക്കുന്ന സമയത്ത് അത് അങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ കഴുകുന്നതിന് മുമ്പ് അരിഞ്ഞിട്ട് കഴുകുക, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യും. വേറെ പൂവായതുകൊണ്ട് നമ്മൾ ചെറുക്കെ ചെയ്താൽ മതി, ഇത്തിരി വലിപ്പത്തിൽ. ഒരു സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില, കൂണ്, പിന്നെ ഒരു പച്ചമുളക് എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നമുക്ക് ആവശ്യമില്ല, കാരണം അത് കഴിക്കത്തില്ല. അപ്പോൾ ബാക്കി ഞാൻ കുക്കിങ്ങിൽ കാണിക്കാൻ പറയും. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, 2 സ്പൂൺ. ഇതിലോട്ട് ബട്ടർ ഇടുക, പിന്നെ കടുക് പൊട്ടിക്കുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള എടുത്തിടുക, അല്ലെങ്കിൽ കൊച്ചുള്ളി ആയാലും മതി. പിന്നെ കറിവേപ്പില ഇടുക, അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടുക. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്ത് സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ കണവൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ, ആ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.